എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ പെട്ടെന്നൊരു എമർജൻസിക്ക് നാട്ടിലെത്തിയിരിക്കുക. എന്താണ് എമർജൻസി എന്നായിരിക്കും അല്ലേ? നമ്മുടെ വീട്ടിൽ ഇന്ന് പറ വരുക. ചിട്ടിക്കുളങ്ങരയിലെ ഒരു സ്പെഷ്യൽ ഒരു കസ്റ്റമാണ് വീട്ടിലിങ്ങനെ അൻപുലിപ്പറ എന്ന് പറയുന്നത്. ദേവിയമ്മ നമ്മുടെ വീട്ടിൽ എഴുന്നള്ളി വന്ന് അനുഗ്രഹിക്കുന്ന ഒരു ഇതാട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഒരു 5 ഡേയ്സിന് വേണ്ടി നാട്ടിലെത്തിയിരിക്കുക. ഞാനിപ്പോൾ ആക്ച്വലി വീട്ടിലാണ് ഉള്ളത്. ഇവിടെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ തുടങ്ങി. രാവിലെ ഇപ്പോൾ ഒരു 9:30 ആയിട്ടുണ്ട്. ഇവിടെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഓൾമോസ്റ്റ് കഴിയാറായി. സദ്യ ഒരുക്കുന്നുണ്ട്. നമ്മൾ ദേവി വരുമ്പോൾ ദേവിയെ സ്വീകരിക്കാനായിട്ടുള്ള ഇവിടെ ഒരു പന്തൽ പോലെ ഇടുന്നുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. സോ ഇന്നത്തെ വ്ലോഗ് അതായിരിക്കും. റോഡ് സൈഡിലാട്ടോ നമ്മുടെ വീട്. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ വണ്ടിയുടെ കൊച്ചകൾ കേൾക്കാം. ഞാൻ ഈ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കാണിച്ചു തരാം കേട്ടോ. പറയായോണ്ടുകൂടി അച്ചായി അമ്മയും കൊച്ചും ഒക്കെ തലേദിവസം തന്നെ എത്തിയായിരുന്നു. പിന്നെ ഇൻ ബിറ്റ്വീൻ ഞങ്ങൾക്ക് 5 ഡേയ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പൊൻകുന്നത്ത് പോയി സ്റ്റേ ചെയ്യലൊക്കെ ഞങ്ങൾക്കും ഇച്ചിരി ടൈറ്റായിരുന്നു. സോ അവരിവിടെ വന്ന് സ്റ്റേ ചെയ്യാൻ ഞാൻ പറഞ്ഞു, ഒരു ചേഞ്ച് ആവട്ടെ. അമ്മയ്ക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇത് കണ്ടപ്പോൾ തന്നെ അവരുടെ കൂടെ ജോയിൻ ചെയ്തു. ഞങ്ങളൊക്കെ അത് കണ്ട് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു കേട്ടോ. ഫുഡിൻ്റെ കാര്യത്തിൽ പിന്നെ ലതാമ്മ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യത്തില്ല. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും അടിപൊളിയായിരുന്നു. ഇഡ്ഡലിയും സാമ്പാറും ചട്നിയൊക്കെ ആയിട്ട് സ്പെഷ്യലായിരുന്നു. കൊച്ചു വന്നുകൊണ്ട് തന്നെ സാവിക്ക് ഇച്ചിരി റിലീഫ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ മെജോറിറ്റി ടൈം കൊച്ചുവിൻ്റെ കൂടെ ചുറ്റിപ്പറ്റി നടപ്പായിരുന്നു. എക്സ്പീരിയൻസ് ആണോ അൻപുലിപ്പറ? കഴിഞ്ഞ വർഷം ഞാൻ വന്നില്ല. സോ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെയും ആദ്യത്തെ അൻപുലിപ്പറയായിരുന്നു കേട്ടോ ഇത്. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്. ഡിലേബിൽ നിൽക്കും കേട്ടോ. ചായ കുടിച്ചിട്ട് കുളിക്കണം, കുളിച്ചിട്ട് ചായ കുടിക്കണം. ഞാൻ പറഞ്ഞു ചായ കുടിച്ചിട്ട് കുളിച്ചാൽ പോരെ, എനിക്കും ചായ കുടിക്കണം. ഓക്കെ. അടുക്കള ഓൾറെഡി ബിസി ആയിരുന്നു. അമ്മയും പിന്നെ അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. നമ്മളപ്പോൾ ഒരു സൈഡിൽ നിന്ന് ചായ ഇട്ടിട്ട് വേഗം അവിടുന്ന് പോയി. വെളി പിന്നെ പന്തലൊരുക്ക് തകൃതിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അമ്മ പിന്നെ ഫുള്ളി എൻഗേജ്ഡ് ആയി. അച്ഛൻ അവിടെ കമ്പനിക്ക് നിൽപ്പും ഉണ്ടായിരുന്നു. ഇൻ ദ മീൻ ടൈം ഞങ്ങൾക്ക് പിന്നെ 4 പേർക്കും കുറച്ച് ടൈം ഇങ്ങനെ കിട്ടുള്ളൂ ഇത്തവണ. സോ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പോഴത്തേക്ക് പിന്നെ സുഖവച്ചനെ നമ്മളെ ജോയിൻ ചെയ്തു. അച്ഛൻ പന്തൽ പണിയൊക്കെ നോക്കി അടിപൊളിയാന്നൊക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നു. പിന്നെ അവിടെ പ്രസാദത്തിനുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അച്ഛനെ ഒന്ന് ഹെൽപ്പ് ചെയ്തു, അതൊക്കെ നന്നായിട്ടൊന്ന് പാക്കൊക്കെ ചെയ്ത് വെക്കാൻ വേണ്ടി. സോ ഗായ്സ്, ഇന്നത്തെ ഡേക്ക് വേറൊരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് അമ്മയുടെ 60th ബർത്ത്ഡേ ആയിരുന്നു. അതും കൂടെ ഇതിൻ്റെ ബിറ്റ്വീൻ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അമ്മ ഭയങ്കര റിയലി ബ്ലെസ്ഡ് ആണ് ഞങ്ങളെല്ലാവരും പറയുമായിരുന്നു. കാരണം സാക്ഷാൽ ചെട്ടികുളങ്ങര അമ്മ തന്നെ അമ്മയുടെ ബർത്ത്ഡേ അന്ന് നമ്മുടെ വീട്ടിലോട്ട് വരുക. അതിൽ കൂടുതൽ എന്താ വേണ്ടേ? സോ അമ്മ അതിൻ്റെയൊക്കെ ത്രില്ലിലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളൊക്കെ കുറച്ച് കുഞ്ഞു ഗിഫ്റ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊടുക്കുന്ന സെറിമണിയാണ് കേട്ടോ ഈ കാണുന്നത്. അതൊക്കെ രാവിലെ തന്നെ കൊടുക്കാമെന്ന് വെച്ചു. കാരണം അമ്മ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ബിസിയാവും. സോ അങ്ങനെ രാവിലത്തെ മെയിനായിട്ടുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാനിരുന്നു. ഇഡ്ഡലി, സാമ്പാർ, ചട്നി, കോഫി എല്ലാം കൂടെ അടിപൊളിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. ശ്രാവൺ കഴിച്ചില്ല. ശ്രാവൺ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാന്ന് പറഞ്ഞു. സോ ഞാനും കൊച്ചു ഇരുന്ന് കഴിച്ചു. ബാക്കി വീട്ടിലുള്ളവരെല്ലാം ഓൾറെഡി കഴിച്ചായിരുന്നു. നമ്മളായിരുന്നു ലാസ്റ്റ്. സോ ഗൈസ്, ഒന്നും പറയണ്ട, ഇവിടെ ഭയങ്കര ചൂടാ. ആക്ച്വലി ബഹറിനേക്കാട്ടിലും ചൂടാട്ടോ ഇപ്പോൾ ഇവിടെ. ഭയങ്കര ഹ്യൂമിഡിറ്റി, പോക്കെയോ അദ്ദേഹം. സോ ഞാൻ ഒന്നുകൂടെ കുളിച്ചിട്ടിരിക്കുക. പറ ഇനി ഒരു 1 hour കഴിഞ്ഞിട്ട് വരും. ഇവിടെ ഇപ്പോൾ ഉച്ച സമയം ഒരു 1:30 ആവാനായി. സോ ഇനി ഒരു 1.5 മണിക്കൂർ എടുക്കും പറ വരാൻ. അപ്പോഴത്തേക്ക് നമുക്ക് ഒരുങ്ങി നിൽക്കാം. നല്ല സെറ്റ് സാരിയൊക്കെ ഉടുത്ത് സെറ്റായിട്ട്. ശ്രാവൺ ഓൾസോ ഗെറ്റിംഗ് റെഡി. അങ്ങനെ ഓരോരോ റൂമിലായി എല്ലാവരും പെട്ടെന്ന് റെഡി ആവുമായിരുന്നു കേട്ടോ. കാരണം പറ ഏത് നിമിഷവും എത്തുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം ഇവർ ഓരോരോ വീട്ടിൽ കയറി പെട്ടെന്ന് ഇങ്ങനെ എത്തും. സോ എപ്പോഴും നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. കൊച്ചുവാണ് വന്നിട്ട് 1 കംപ്ലൈൻറ്റ്. അവൾ അറിഞ്ഞില്ല ഇത്ര വലിയൊരു പരിപാടിയായിരുന്നു. ഞാനും അമ്മയും എല്ലാവരും സെറ്റും മുണ്ടും ഒക്കെ എടുത്ത് നല്ല സ്റ്റൈലായിട്ട് ഒരുങ്ങി. അവളാണെങ്കിൽ ഒരു ചുരിദാറൊക്കെ ആയിട്ടായിരുന്നു വന്നത്. സോ അതിൻ്റെ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സോ ഇതാണ് എൻ്റെ ഓവറോൾ ലുക്ക്. അതൊരു സെറ്റ് സാരി ആണ് ഇന്ന് ഞാൻ ഉടുത്തത്. എന്തായാലും ഒരുങ്ങി. ഇനി കുറച്ച് ടൈമും കൂടി എടുക്കും എന്ന് പറഞ്ഞു. സോ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര ക്യാമറ ഷൈ. എന്ത് ചെയ്യാനാ ഗൈസ്? ഇവിടെ നമ്മുടെ വീട്ടിൽ വർഷങ്ങളായിട്ട് അൻപൊലിപ്പറയും പറയും ഒക്കെ ഇടാറുള്ളതാണ്. സോ അവിടെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് മോസ്റ്റ്ലി എല്ലാവരും വീട്ടിൽ വരും ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ അവർ നമുക്ക് ദേവിയെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുമ്പം നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് സ്വീകരിക്കാനുള്ള താലപ്പൊലിയൊക്കെ റെഡിയാക്കി വെക്കുമായിരുന്നു അവിടെ അത്തമാർ. പിന്നെ പറ നിറയ്ക്കാനായിട്ടുള്ളത്
ഒക്കെ റെഡിയാക്കി അടുത്ത് തന്നെ വെക്കുമായിരുന്നു. അൻപൊലിപ്പറ എന്ന് പറഞ്ഞാൽ 5 പറയാണ് നമ്മൾ ദേവിക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. ദേവി നമ്മുടെ വീട്ടിലേക്ക് എഴുന്നള്ളി നമ്മളെ അനുഗ്രഹിക്കാൻ വരുന്നൊരു ദിവസമാണ്. സോ ഇറ്റ്സ് എ സ്പെഷ്യൽ ഡേ ആ വീട്ടുകാരുടെ. കാരണം നമ്മളെപ്പോഴും 365 ഡേയ്സ് നമ്മൾ അമ്മയുടെ അടുത്ത് പോയി അമ്മയെയാണ് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അമ്മ അമ്പലത്തിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ഡേ ആണ്. സോ ഇറ്റ് ഈസ് വെരി സ്പെഷ്യൽ ആൻഡ് നമ്മളത് വൻ സെലിബ്രേഷനാണ് ആക്കുന്നത്. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം റെഡിയാക്കി വെച്ച് ഏകദേശം നമ്മുടെ അടുത്ത് തന്നെ എത്തിയായിരുന്നു. അടുത്തെത്തുന്ന നമ്മൾ അറിയുന്നത് ഈ പടക്കം പൊട്ടിക്കും കേട്ടോ. അടുത്തുള്ള വീടുകളിലൊക്കെ എത്തുന്ന അറിയുമ്പോൾ നമുക്ക് ദൂരെ നിന്ന് തന്നെ അറിയാം അമ്മ വരുന്നെന്ന് പടക്കം പൊട്ടിക്കുമ്പോൾ. സോ നമ്മൾ ആ ഒരു സമയത്ത് അലേർട്ടായി നിന്നാൽ മതി. എൻ്റെയും ശ്രാവണിൻ്റെയും കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പറയായതുകൊണ്ട് തന്നെ അച്ഛൻ ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു എങ്ങനെയാണ് പറ ഇടേണ്ടതെന്ന്. അപ്പോഴത്തേനും അവിടുത്തെ ഒരു തിരുമേനി നമ്മളോട് നേരത്തെ വന്ന് പറഞ്ഞു പറ ഇട്ട് വെച്ചേക്ക്, ഇത്തവണ അമ്മ വരുമ്പോൾ പറ ഇട്ട് വെച്ചിരിക്കുന്ന രീതിക്കാണ് അവർ ചെയ്യുന്നതെന്ന്. സോ നമ്മളത് പറയിടുമായിരുന്നു ഓരോന്നായിട്ട്. 5 പറയുണ്ടായിരുന്നു. 5 പറ എന്ന് പറയുമ്പം സെയിം ഐറ്റം അല്ല എല്ലാ പറയ്ക്കകത്തും ഇടുന്നത്. 5 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. ഒരെണ്ണത്തിൻ്റെ അകത്ത് അരിപ്പറയായിരിക്കും, ഒരെണ്ണത്തിൻ്റെ അകത്ത് നെൽപ്പറയായിരിക്കും, ഒരെണ്ണത്തിൻ്റെ അകത്ത് അവൽപ്പറയായിരിക്കും, ഒരെണ്ണത്തിൻ്റെ അകത്ത് ശർക്കരപ്പറയായിരിക്കും, ഒരെണ്ണത്തിൻ്റെ അകത്ത് പഴംപറയായിരിക്കും. അതുകൊണ്ട് തന്നെ ഓരോന്നായിട്ട് ഞങ്ങൾ മാറിയാട്ടോ നിറച്ചത്. നമ്മൾ പ്രാർത്ഥിച്ചൊരു 3 കൈ പറയിട്ടാൽ മതി, ബാക്കി അവർ വന്ന് ഫില്ല് ചെയ്തോളൂ, അല്ലെങ്കിൽ നമ്മുടെ അവിടെയുള്ള ആരെങ്കിലും വന്ന് ഫില്ല് ചെയ്താലും മതി. ചുറ്റും നിൽക്കുന്നവരെല്ലാം അപ്പോൾ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്നൊക്കെ പറഞ്ഞ് അമ്മയുടെ നാമങ്ങൾ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ നമ്മളിത് ചെയ്യുമ്പോൾ എല്ലാം. അപ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഡിവൈൻ, ഒരു സ്പിരിച്വൽ വൈബ് തന്നെ കിട്ടും ഇത്രയും ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ. പിന്നെ അമ്മ എഴുന്നള്ളി വീട്ടിൽ വരുന്നതൊക്കെ ആദ്യമായിട്ടായിരിക്കും ഞാൻ വിറ്റ്നസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ വർഷവും അങ്ങനെ കൂടാൻ പറ്റത്തില്ല എന്നുള്ള പ്ലാനിലായിരുന്നു ഞങ്ങൾ ഇരുന്നത്. ബട്ട് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഞങ്ങളെ നാട്ടിലെത്തിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാനതുകൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ അമ്മയും അച്ഛനും ഇത് 3ാമത്തെ തവണയാണ് അൻപൊലിപ്പറ വീട്ടിൽ വന്ന് കാണുന്നതും പങ്കെടുക്കുന്നതും ഒക്കെ. ഞാനിതൊക്കെ ലൈവായിട്ട് ക്യാമറയിൽ കൂടെ ബെഹറിനിരുന്നായാലും കാണുന്നുണ്ട്. പറ ഇങ്ങനെ നിറച്ചുകൊണ്ട് നിൽക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് കേൾക്കാമായിരുന്നു കേട്ടോ ദേവിയമ്മ എഴുന്നള്ളി വരുന്നതിൻ്റെ ചെണ്ടകൊട്ട് അങ്ങ് ദൂരേന്ന് തന്നെ. സോ നമുക്ക് മനസ്സിലായി ഏകദേശം അടുത്ത് എത്താറായി എന്ന്. അപ്പോഴത്തേക്ക് തന്നെ അത്തമാരെല്ലാവരും കൂടെ നമ്മുടെ താലപ്പൊലിക്കുള്ള തിരിയൊക്കെ കത്തിച്ച് എല്ലാവരുടെയും കയ്യിലൊക്കെ കൊടുത്ത് എല്ലാവരും റെഡിയാക്കി നിർത്താൻ തുടങ്ങി. അങ്ങനെ എനിക്കും കൊച്ചുവിനും എല്ലാം ഓരോ താലപ്പൊലിയൊക്കെ തന്നു. നമ്മൾ പ്രിപ്പയർഡായിട്ട് നിൽക്കുമായിരുന്നു. ദേവിയമ്മ അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് എഴുന്നള്ളി വരും കേട്ടോ. ഇനി ഞാൻ കാണാൻ പോകുന്ന അതിൻ്റെ വിഷ്വൽസാണ്.
അമ്മ പിന്നെ നമ്മുടെ വീട്ടിലങ്ങ് ഇരിക്കുക, നമ്മളെ പിന്നെ സമർപ്പിക്കുകയാണ്. അമ്മയ്ക്ക് പറയും ഇതൊക്കെ നമ്മളൊരു ട്രീറ്റ് പോലെ അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കുക. കാരണം അമ്മ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു രംഗമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മ നമ്മുടെ വീട്ടിലാണ് ഇരിക്കുന്നത്. ഇതൊക്കെ ഒരു ഭയങ്കര ഭാഗ്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. നമുക്ക് തൊട്ടടുത്താണ് നമുക്ക് ദേവിയമ്മയെ കാണാൻ പറ്റുന്നത്, ഇത്രയും തൊട്ടടുത്ത്. ഈ സമയമൊക്കെ അവിടെ അരിപ്പറ ഉണ്ടായിരുന്നു. അത് അമ്മയും അച്ഛനും പിന്നെ ഇതിനുള്ള വഴിപാട് കഴിപ്പിക്കുന്നത്. നമുക്ക് ഇതിന് തൊട്ട് മുന്നേ തിരുമേനിമാർ വന്ന് എത്ര വഴിപാടുണ്ടെന്നൊക്കെ എഴുതി എടുത്തിട്ട് പോകുന്നുണ്ട്. സോ ആ ടൈമിൽ എത്ര എണ്ണം ഉണ്ടോ അത്രയും അരിപ്പറയൊക്കെ നമുക്ക് നിറച്ച് സമർപ്പിക്കാം അമ്മയ്ക്ക്. എല്ലാം കഴിഞ്ഞ് പറയൊക്കെ പോയപ്പോഴത്തേക്ക് തന്നെ 3 മണിയായിരുന്നു. സോ പെട്ടെന്ന് തന്നെ സദ്യയൊക്കെ വിളമ്പി വന്നവർക്കെല്ലാം സെർവ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ പറയൊക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ സദ്യ കഴിക്കാൻ പോട്ടോ. അപ്പോൾ ഇത്രയും ആഡംബരമായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് സദ്യ കഴിക്കണം. സോ വി തോട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് സദ്യ കഴിക്കാം. ഇത് തിരിക്കാൻ പറ്റും. സുജപ്പക്കാരി അങ്ങനെ കാത്തിരുന്ന് സദ്യയും നമ്മൾ ലാസ്റ്റാണ് കഴിച്ചത്. ഓൾമോസ്റ്റ് കറികളൊക്കെ തീരാനായിരുന്നു, ബട്ട് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തു. നല്ല സദ്യയായിരുന്നു. പിന്നെ ഒരു പായസമൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നിട്ട്, കാരണം 4:30 ആയിരുന്നു. വിശപ്പൊക്കെ ഓൾമോസ്റ്റ് കെട്ടായിരുന്നു, ബട്ട് കുഴപ്പമില്ല. സദ്യ കഴിച്ചപ്പോൾ തന്നെ ടയർഡായി. പിന്നെ വന്നവരൊക്കെ പോയി ഓൾമോസ്റ്റ്. നമ്മൾ കുറച്ച് നേരം TV ഒക്കെ കണ്ട് റെസ്റ്റ് എടുക്കാൻ ഓർത്തു. ബട്ട് അങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, വേറെ പരിപാടികളുണ്ട്. ഗൈസ്, ആസ് യു നോ, ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ കൂടെ ആട്ടോ. നമ്മളപ്പോൾ ഒരു കേക്ക് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് എടുക്കാനായിട്ട് പോകുക. ഈവനിങ് ചെറിയൊരു കേക്ക് കട്ടിങ്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാം. അവർ പിന്നെ നമ്മൾ പ്രീ ഓർഡർ ചെയ്തുകൊണ്ട് തന്നെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുക. നമ്മൾ പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്ത് വീട്ടിലേക്ക് വന്നു. പിന്നത്തെ സമയം നമ്മളെല്ലാം ഫ്രഷ് ആവുന്ന ഒരു ടൈമായിരുന്നു കേട്ടോ. പെട്ടെന്ന് സമയവും പോയി. കൊച്ചുവാവയ്ക്ക് പോകേണ്ട ടൈമായി. കൊച്ചുവിൻ്റെ ട്രെയിൻ 9:30 ടു കോയമ്പത്തൂർ. അവൾക്ക് നെക്സ്റ്റ് ഡേ വർക്കിംഗ് ആയിരുന്നു. സോ അവളെ കൊണ്ടുപോകാൻ വിടാൻ തൊട്ടുള്ള രംഗങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. കേക്കൊന്നും കട്ട് ചെയ്തിട്ടില്ല, എല്ലാവരും ബിസി ആയിരുന്നു. ഈവനിങ് പിന്നെ കുറച്ച് ഗസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. സോ അമ്മയും അച്ഛനും എല്ലാവരും ബിസി ആയിരുന്നു. ഞങ്ങൾ പിന്നെ ആ ടൈമൊക്കെ റെസ്റ്റ് ചെയ്ത് TV ഒക്കെ കണ്ടിരിക്കുമായിരുന്നു. എല്ലാ ഓൾട്ടർനേറ്റീവ് ശനിയാഴ്ചയും വരുന്നതിൻ്റെ സ്നേഹപ്രകടനങ്ങളാട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ സ്ട്രെയിറ്റ് ടു ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുക. ഹാഫ് ആൻ അവർ കൊണ്ട് എത്തിയെങ്കിലും ട്രെയിൻ ഡിലേഡ് ആയിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നപ്പോൾ തന്നെ ട്രെയിൻ വേഗം വന്നു. സോ ഇനി നെക്സ്റ്റ് ടൈമൊക്കെ കാണാമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് പോകുക. തിരിച്ചു വരുന്ന വഴി പിന്നെ നമ്മളൊരു സാൻഡ്വിച്ചൊക്കെ കഴിച്ചു. സ്ട്രെയിറ്റ് വീട്ടിലെത്തി. ഒന്ന് ഫ്രഷായി കിടക്കണമെന്നേ മൈൻഡിലുണ്ടായിരുന്നുള്ളൂ. സോ ഇന്ന് അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വ്ലോഗായിട്ട് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. ബൈ.